തലസ്ഥാന നഗരിയിലെ പ്രശസ്തമായൊരു വിനോദസഞ്ചാര കേന്ദ്രം, ഒരു ബോട്ട് ക്ലബ്ബ് കൂടെയാണ്. പായൽ കയറി ബോട്ട് ഇറക്കാൻ പറ്റാത്ത തരത്തിൽ പായൽ കയറിയിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ കഴിയാത്ത ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെത്. വരുമാനമേറെ തരുന്ന ഒരു ടൂറിസം പദ്ധതി ഇത്രയ്ക്ക് ഒരു അനാസ്ഥ. എന്തോരം സഞ്ചാരികളാണ് വന്നു പോകുന്നത്. ഇതൊന്ന് ശരിയാക്കാൻ ഇവിടുത്തെ ടൂറിസം മന്ത്രിക്ക് ആകുന്നില്ലേ? എന്താണ് ഇവരുടെ ഈ കുഴപ്പം? ഒരു കാലത്ത് ബോട്ടിങ്ങിന് വളരെ പ്രശസ്തമായൊരു തിരുവനന്തപുരത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ വേളി ബോട്ട് ക്ലബ്ബ്. ഇങ്ങേത്തല മുതൽ അവിടെ മുതൽ തുടങ്ങി ഇതേ അങ്ങറ്റം, ഇതെല്ലാം ബോട്ട് റൂട്ടാണ്. മുഴുവൻ കള കയറിയിട്ടും പായൽ കയറിയിട്ടും ഇത് നീക്കാൻ എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല? ഇതാണോ ഗുഡ് ഗവേണൻസ്? ഇതാണോ ഭരണം? ഇങ്ങനെയാണോ ടൂറിസം നമ്മൾ കേരളത്തിൽ വികസിപ്പിക്കുന്നത്? എന്തൊരു അനാസ്ഥയാണത്! ആരോട് പറയാനാണ്? ഇത്രയും മോശമായൊരു സ്ഥിതി ടൂറിസത്തിന് വളരെ 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 നാണക്കേടാണ് നമ്മുടെ സംസ്ഥാനത്തിനും. പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയായിട്ട് കൂടി ഇങ്ങനെയൊരു അനാസ്ഥത ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതാണ് നമ്മുടെ ഭരണത്തിൻ്റെ ഇത്. സന്തോഷ് ജോർജ് കുളങ്ങര എങ്ങാനും കണ്ടിരുന്നാലേ, നമ്മുടെ സഫാരി ചാനലിലെ പുള്ളി കണ്ടതല്ലേ, അപ്പോൾ ആത്മഹത്യ ചെയ്തേനെ. എന്തൊരു വിരോധ ഒരു ഇത്ര വളരെ മോശം ഒരു ഡിപ്പാർട്ട്മെൻറ്റായിപ്പോയല്ലോ. എന്താണ് ഇത്? കണ്ണാടിപ്പാലം പൊട്ടുന്നു. ഇതുപോലെ മറ്റൊരു അനാസ്ഥ കൂടെ ഞാൻ അപ്പുറത്ത് കാണിച്ചില്ല. ഇവിടെ ആയിരങ്ങൾ മുടക്കി ഒരു റെയിൽപാത കുട്ടികൾക്കുണ്ടാക്കി, അതും ഷെഡിലാണ്. റെയിൽ പാളമാണിത്. പക്ഷേ ട്രെയിൻ ഇപ്പോഴും ഷെഡിലാണ്. അതാണ് ഇതിലെ കൗതുകം. അപ്പോൾ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നാണ് സംസ്ഥാനം സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഞെരുങ്ങുമ്പോൾ ടൂറിസം മുഖേന സമ്പത്തുണ്ടാക്കേണ്ട ടൂറിസം വകുപ്പ് ഉറങ്ങുകയാണോ? അതോ ഇങ്ങനെയൊക്കെ മതിയെന്നാണോ? എന്തൊരു വിരോധാഭാസമാണിത്! പാളത്തിലൂടെയുള്ള നടത്തയാണേ. ആ ട്രെയിൻ ഷെഡിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ വികസിത ടൂറിസത്തിൻ്റെ മുഖച്ഛായ. ഇനിയെങ്കിലും സർക്കാരെ കണ്ണു തുറക്കൂ. ഇതാണ് ഷെഡിൽ ഒതുക്കിയ ട്രെയിൻ. കണ്ടല്ലോ. ടിക്കറ്റ് നിരക്ക് 50, ചൈൽഡ് 30. സംഗതി ക്ലോസ്ഡ്. അപ്പോൾ പൂട്ടിക്കെട്ടിയ മറ്റൊരു ടൂറിസം വകുപ്പും. കേരളത്തിൻ്റെ മുഖച്ഛായ ഇതിൽക്കുള്ളിൽ എന്ത് വർദ്ധിക്കണം? ഈ ടോയ്ലറ്റിൻ്റെ അവസ്ഥയും അതിനേക്കാൾ ദയനീയം.
അതിൻ്റെ കാര്യവും പോയി കിട്ടി. അപ്പോൾ ഇതാണ് പ്രമുഖ വെളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ അനീതി. ഇത്രയും തിരക്കേറിയ ഒരു വിനോദ കേന്ദ്രത്തിൽ അതൊന്നും മുതലാക്കിയെടുക്കാൻ കഴിയാത്ത എന്ത് സർക്കാരാണ്, എന്ത് ഭരണകർത്താക്കളാണ്, പറയാതെ നിവൃത്തിയില്ല. അനാസ്ഥയുടെ പച്ചയായ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇനിയെങ്കിലും കണ്ണു തുറക്കൂ സർക്കാർ എന്നല്ലാണ്ട് എന്താ പറയുക. വരുമാനമില്ല എന്ന് പറഞ്ഞാൽ പോരാ, പ്രതിബദ്ധത വേണം. പ്രതിബദ്ധത, ഭരിക്കാൻ ആർജവം ഉണ്ടാവണം, വാക്ക് പാലിക്കാൻ ശ്രമിക്കണം. അതിലും ദയനീയമാണ് ഫുട്പാത്ത്. ഈ ഫുട്പാത്താണ് ഈ കാണുന്നത്. ഇതിനെ എന്ത് വിശേഷിപ്പിക്കുമെന്ന് ഒരു പിടിയില്ല. ഫുട്പാത്ത് പോലും ഒന്ന് നേരെ രാജ്യാന്തര ടൂറിസ്റ്റ് കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന ഇവിടുത്തെ ഫുട്പാത്തിൻ്റെ അവസ്ഥയാണിത്. എങ്ങനെ നടക്കും? പാമ്പുണ്ടോ, മുതലയുണ്ടോ, കടുവയുണ്ടോ എന്ന് കണ്ടറിയണം. എന്തായാലും കേരളം, ഹരിത കേരളം, വികസിത കേരളം പുഷ്പിക്കട്ടെ. ഇവിടെ അവസാനിപ്പിക്കുന്നു അത്രമാത്രം വേദനയോടുകൂടി.